ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ലാപ്പ് വൈൻഡിങ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് വൈൻഡിങ് ആണ്. അപ്പോൾ വേവ് വൈൻഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ വേവ് വൈൻഡിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതുമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് തരം വൈൻഡിങ് ആണ് ആർമേച്ചർ വൈൻഡിങ്ങിലുള്ളത്. ഒന്ന് ലാപ്പും ഒന്ന് വേവും. ലാപ്പ് നമ്മളെങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ ലാപ്പിലെങ്ങനെയാണ്, അതുപോലെ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേവ് വൈൻഡിങ്ങും ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻസിലുള്ള ചെറിയ മാറ്റങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വൈൻഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈൻഡിങ്ങിലുള്ള മാറ്റത്തിനനുസരിച്ച് വൈൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, വൈൻഡിങ്ങിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവത്തിൻ്റെ വരുന്ന വ്യത്യാസത്തിൽ നമുക്ക് വൈൻഡിങ് ചെയ്യുന്നത് രീതിയിലും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ കോളോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. വരയ്ക്കുന്നത് നിങ്ങൾ ലാപ്പ് വൈൻഡിങ് വരച്ച് അതുപോലെ തന്നെ നിങ്ങളതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരും. നിങ്ങളത് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സിംപ്ലക്സ് ഡുപ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് എന്നുള്ളത്. ഒരു കോയിൽ, രണ്ട് കോയിലുള്ളതിനൊക്കെയാണ് നമ്മൾ സിംപ്ലക്സ്. സിംഗിൾ വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് സിംപ്ലക്സ് എന്നും, അതുപോലെ തന്നെ 2 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ ഡുപ്ലക്സ് എന്നും പറയും എന്നൊക്കെ നമ്മൾ ലാപ്പിൻ്റെ കേസിൽ പറഞ്ഞു അല്ലേ. എന്താണ് വേവ് വൈൻഡിങ്? വേവ് വൈൻഡിങ് ഈസ് വൺ ടൈപ്പ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. ഇൻ ദിസ് വൈൻഡിങ് വി കണക്റ്റഡ് ദ എൻഡ് ഓഫ് വൺ കോയിൽ ടു ദ സ്റ്റാർട്ട് ഓഫ് അനദർ കോയിൽ ഓഫ് ദ സെയിം പൊളാരിറ്റി ആസ് ദാറ്റ് ഓഫ് ഫസ്റ്റ് കോയിൽ. അതായത് നമ്മൾ ഒരു സീരീസ് കണക്ഷൻ പോലെ ഒന്നാമത്തെ കോയിലിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് കോയിലിൻ്റെ എൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അങ്ങനെ വൈൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് സെയിം പൊളാരിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ദ വൈൻഡിങ് ഫോംസ് എ വേവ്, ഇറ്റ്സ് എ കോയിൽ, ദ വൈ ഇറ്റ് ഈസ് കാൾഡ് വേവ് വൈൻഡിങ്. അതായത് അത് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു വേവ് പോകുന്നത്, ഒരു സൈൻ വേവുകളൊക്കെ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ വേവോ, അല്ലെങ്കിൽ നമ്മൾ വരച്ച് പോകുന്നത്, ഒരു വേവ് വരച്ച് പോകുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, വരച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ എന്താവാൻ സാധ്യത, കാരണം വേവ് വൈൻഡിങ് എന്നാവാൻ കാരണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ എൻഡ്, ഇപ്പോൾ 2-3 ബാറ്ററികളോ എന്തെങ്കിലും ബൾബോ എന്തെങ്കിലും നമ്മൾ എന്താവുകയാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ സ്റ്റാർട്ടിങ് എൻഡാണ് ഒന്നാമത്തെ കോയിലിൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ ബാറ്ററീൻ്റെ എൻഡിലായിരിക്കും എന്ത് ചെയ്യുക, മറ്റേൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് എന്നും നമ്മൾ പറയും, സീരീസ് വൈൻഡിങ് എന്നും പറയും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാമാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, കോയിൽ 1 എന്ന് പറയുന്നത്. കോയിൽ 1ൻ്റെ സ്റ്റാർട്ടിങ്, കണ്ടക്ടറിൻ്റെ സ്റ്റാർട്ടിങ് A എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒന്നാമത്തെ കോയിലിൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ട്, അതിൽ ഒന്നാമത്തെ കണ്ടക്ടർ BA എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോയിലിൽ തന്നെ രണ്ടാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് സൗത്തിൽ ഡോട്ടഡ് ലൈനായിട്ട് റെഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് കോയിൽ 1 നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എൻഡ് ഓഫ് കോയിൽ 1 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ. എൻഡ് ഓഫ് കോയിൽ 1ൻ്റെ എൻഡ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്, കോയിൽ 2ൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോയിൽ 1 എന്ന് പറയുന്നത്. ഇത് റെഡാണ്, ഗ്രീനാണ് എന്ത്, കോയിൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ കോയിൽ 1ൻ്റെ എൻഡ് എന്താണ്, കോയിൽ 2ൻ്റെ സ്റ്റാർട്ടിലേക്ക് കൊടുത്ത് ഇങ്ങനെ വേവ് പോലെ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു വേവ് പോലെ, നമ്മളൊരു സൈൻ വേവ് ഒക്കെ വരയുന്ന പോലെ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ വൈൻഡ് ചെയ്ത് പോവുകയാണ് അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ വൈൻഡിങ് പോണത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, സീരീസ് വൈൻഡിങ് എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ വേവ് വൈൻഡിങ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി ആണ് നമുക്ക് എന്തറിയേണ്ടത്,
ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതായത് അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻ സിംപ്ലക്സ് വേവ് വൈൻഡിങ് ബാക്ക് പിച്ച് ആൻഡ് ഫ്രണ്ട് പിച്ച് ആർ ഓഡ് ആൻഡ് ആർ ഓഫ് സെയിം സൈൻ. അതായത് ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും ഓഡ് നമ്പർ ആയിരിക്കണം അല്ലേ. അത് നമ്മളിപ്പോൾ ലാപ്പിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പിച്ച് ഫ്രണ്ട് പിച്ചായാലും ബാക്ക് പിച്ചായാലും എന്തായിരിക്കണം, ഓഡ് നമ്പർ ആവണം. നമ്മളിപ്പോൾ കഴിഞ്ഞതിൽ ചെയ്തതിൽ 1 9 1 7 കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ചും വേവ് വൈൻഡിങ്ങിലും എന്ത് തന്നെ ആയിരിക്കണം, ഓഡ് നമ്പർ തന്നെ ആയിരിക്കണം. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്കത് വൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അതുപോലെ ബാക്ക് പിച്ച് ആൻഡ് ഫ്രണ്ട് പിച്ച് ആർ നിയർലി ഈക്വൽ ടു ദ പോൾ പിച്ച് ബി ഈക്വൽ ഓർ ഡിഫർ ബൈ +or-2. അതായത് ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, പോൾ പിച്ചിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനോട് എന്തുണ്ടായിരിക്കും, ഒരു +2 അല്ലെങ്കിൽ -2 എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ +2ൻ്റെയോ അല്ലെങ്കിൽ -2ൻ്റെയോ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് വൈൻഡിങ്, മുന്നോട്ട് വൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രസീവ് വൈൻഡിങ്. പ്രോഗ്രസീവ് വൈൻഡിങ്ങിന് +2 ആയിരിക്കും, റിട്രോഗ്രസീവ് വൈൻഡിങ്ങിന് എന്തായിരിക്കും, -2 ആയിരിക്കും. അതുകൊണ്ട് +or-2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പ്ലസ് പ്രോഗ്രസീവ് വൈൻഡിങ്ങിനാണ്, മൈനസ് റിട്രോഗ്രസീവ് വൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, -2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെയിം സൈൻ ആയിരിക്കും. അതുപോലെ തന്നെ YA = YB ആയിരിക്കും, YF = YB ആയിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ അതായത് ഫ്രണ്ട് പിച്ചോ ആൻഡ് ബാക്ക് പിച്ച് നിയർലി ഈക്വൽ ടു പോൾ പിച്ചും ആയിരിക്കും. ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, റിസൾട്ടൻ്റ് പിച്ച് അതായത് YR എന്ന് പറയുന്നത് YB + YF ആണ്. കണ്ടിന്യൂഡ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് YB + YF ആണ്. കമ്മ്യൂട്ടേറ്റർ പിച്ച് ആവറേജ് പിച്ച്, അതായത് YC എന്താണ്, YA. ഒരു സാധനത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 2 ആണെങ്കിൽ അതിനെ /2 ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് പിച്ച് YA = YB + YF/2. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടി. അതായത് YB + YF/2 ആവറേജ് പിച്ച് എന്താണ്, പോൾ പിച്ചാണ് അല്ലേ. പോൾ പിച്ചാണെന്ന് പറഞ്ഞു. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ Z/P ആണ്. അതെന്തിനോട് ഡിഫർ ആണെന്നാണ് പറഞ്ഞത്, +or-2 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, Z +or-2/P എന്ന് എഴുതി. ഓക്കെ, ആവറേജ് പിച്ച് ആൾമോസ്റ്റ് എന്താണ്, പോൾ പിച്ചിന് ഈക്വലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ Z/P എന്നുള്ളത് ഡിഫർ ഫ്രം +or-2 ആണ് എന്ന് പറഞ്ഞതുകൊണ്ടും ഈ 2 ക്യാരക്ടറിസ്റ്റിക്സും ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മറ്റേൽ YB + YF/2 = Z/P എന്നായിരുന്നു ലാപ്പിൽ. ഇത് വേവ് ആകുമ്പോൾ എന്താണ്, YB + YF/2 = Z +or-2/P എന്ന് വരും. ഹിയർ Z ഈസ് ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, P ഈസ് ദ നമ്പർ ഓഫ് പോൾസ്. ഇത് രണ്ടും നമുക്കറിയാം. ഇത് രണ്ടും നമ്മൾ എന്തിൽ കണ്ടതാണ്, വേവ് വൈൻഡിങ്ങിൽ കണ്ടതാണ്. ആവറേജ് പിച്ച് മസ്റ്റ് ബി ഇൻറ്റിജർ നമ്പർ ബിക്കോസ് ഇറ്റ് ക്ലോസ് ഇറ്റ് സെൽഫ്. അതായത് YA എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. വി ടേക്ക് +or-2 because after one round of armature winding fail the sort of 2 conductors. If we can take an average pitch Z/P, one around winding close itself without including coil side. Since the average pitch must be integer, the winding is not possible with any number of conductors. അത് എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് പിച്ച് എന്തായാലും എന്തായിരിക്കണം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. അതായത് വേറെ വാല്യൂസ് ഒന്നും അല്ലെങ്കിൽ ഭിന്നസംഖ്യകളൊന്നും ആവാതിരിക്കാൻ പാടില്ല, കറക്റ്റ് ഒരു ഇൻറ്റിജർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വൈൻഡിങ് ചെയ്യാൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഇത്രയും സ്പീഡായിട്ട് പോകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വൈൻഡിങ് വരച്ചതാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അറിയാം, എങ്ങനെയാണ് വൈൻഡിങ് ചെയ്യുന്നത് എന്നറിയാം. അപ്പോൾ നമുക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഡ് നമ്പർ ആയിരിക്കണം, അതുപോലെ തന്നെ YB = YF ആണ്. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാണ്ടാവില്ല. മറ്റേതിൻ്റെ ലാപ്പിനെ പോലെ എന്ത് ചെയ്യാണ്ടാവില്ല, 2 ഇക്വേഷൻസ് എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാണ് +CA -CA ചെയ്തിട്ട് 2 ഇക്വേഷൻ എടുത്തിട്ട് അതിന് YBയും YFും കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് YBയോ അല്ലെങ്കിൽ YFോ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ YB = എന്താണ്, YF ആണ്. അത് 2 ഓഡ് നമ്പർ ആണോ എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ലെറ്റസ് ഡെവലപ്പ് എ സിംപ്ലക്സ് ആൻഡ് പ്രോഗ്രസീവ് വേവ് വൈൻഡിങ്. സിംപ്ലക്സ് ആണ്, അപ്പോൾ സിംഗിൾ വൈൻഡിങ് ആണ്. പ്രോഗ്രസീവ് വേവ് വൈൻഡിങ് ആണ്, മുന്നോട്ടാണ് വൈൻഡ് പോകുന്നത്. ഡയഗ്രാം ഓഫ് മെഷീൻ ഡ്യൂറിങ് 34 കണ്ടക്ടേഴ്സ് വിത്ത് 17 സ്ലോട്ട് ആൻഡ് 4 പോൾ. 4 പോള്, 36 കണ്ടക്ടർ, 17 സ്ലോട്ടിൽ. ഓക്കെ, അപ്പോൾ സെഡും തന്നിട്ടുണ്ട്, പിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് YA = YB + YF/2 Z ± 2/P ആണ്. അതിൽ പ്രോഗ്രസീവ് വൈൻഡിങ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ +2/P എന്നെഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, YA = അല്ലെങ്കിൽ ആ YA എന്ന് പറയുന്നത് എന്താണ്, YB + YF/2. YB, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, YB + YF/2 = Z +2/P എന്ന് കിട്ടി. അത് 34 + 2/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 9 എന്ന് കിട്ടി. ഓക്കെ, 34 + 2 എത്രയാണ്, 36. 36/4 കിട്ടും. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 9 എന്ന് കിട്ടും. YB + YF = എന്തെന്ന് കിട്ടും, 18 എന്ന് കിട്ടും. YB + YF = 18 എന്ന് പറഞ്ഞാൽ എന്താണ്, YB = YF ആണ്. YB = YF എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും കൂടി കൂട്ടിയാൽ, രണ്ടും YBയും YFും ഈക്വൽ ആവും വേണം, രണ്ടും കൂടി കൂട്ടിയാൽ 18 കിട്ടും വേണം. അപ്പോൾ എത്ര കിട്ടുക, 9. 9 + 9 = 18. അതുകൊണ്ട് YA = YB = YF എത്രയാണ്, 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് YB = YF = 9. അപ്പോൾ YBയും 9 ആണ്, YFും 9 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാണ്, YBയും YFും കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, കോളം വരയ്ക്കണം. അതായത് ഏത് കോയിൽ നിന്ന്, പ്രോഗ്രസീവ് വൈൻഡിങ് ആണ്, ഒന്നാമത്തെ വൈൻഡിങ്ങിൽ നിന്ന് കണ്ടക്ടറിൽ നിന്ന് രണ്ടാമത്തെ ഏത് കണ്ടക്ടറിലേക്കാണ് വൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കോളം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോളം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോളം ഉണ്ടാക്കുകയാണ്. ഇത് നമുക്കറിയാം സീരീസായിട്ട് വൈൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ YB കഴിഞ്ഞ വൈൻഡിങ്ങിൽ YB ചെയ്തിരുന്നത്, അതായത് ഒന്ന് ഉള്ളിലേക്ക് വൈൻഡ് ചെയ്യുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ +9 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം -7 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, YF - ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെന്താണ്, വേവ് വൈൻഡിങ് ആണ്. അപ്പോൾ ആ വേവ് വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നിലേക്ക് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് സെയിം സൈനേ ഉണ്ടാവുള്ളൂ. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞത്, YBയും YFും എന്താണ്, സെയിം സൈൻ ആയിരിക്കും എന്ന് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു. അപ്പോൾ രണ്ടും പ്ലസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 1ൽ നിന്ന് 1 + 9 = 10. നെക്സ്റ്റ് ഫ്രണ്ട് പിച്ചിൽ എന്താ ഉണ്ടാവുക, 10 + 9, അത് YF ആണ്, മറ്റേത് YB ആണ് കേട്ടോ. YF രണ്ടും 9 ആയതുകൊണ്ട് Y + 9. പിന്നെ 19 + 9 28. അതുപോലെ തന്നെ 28 + 9 37. 37 എന്ന് പറഞ്ഞ കണ്ടക്ടർ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 37 - 34, ടോട്ടൽ കണ്ടക്ടേഴ്സ് മൈനസ് ചെയ്തപ്പോൾ 3. അപ്പോൾ ഏതിൽ നിന്ന്, 28ൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, 37ലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പോവേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, വൈൻഡ് ചെയ്ത് പോയി. 1ൽ നിന്ന് 10ലേക്ക് പോയി, 10ൽ നിന്ന് 19ലേക്ക്, 19ൽ നിന്ന് 28ലേക്ക്, 28ൽ നിന്ന് 3ലേക്ക് പോയി. ഓക്കെ, ഇനി നമ്മളെന്താണ്, നെക്സ്റ്റ് 3ൽ നിന്ന് വൈൻഡ് തുടങ്ങുകയാണ്. കാരണം 3ലാണ് നമ്മൾ വന്നത്. 3ൽ നിന്ന്
12ലേക്ക്, അതുപോലെ തന്നെ 10 പകരം 12 നിന്ന് 21ലേക്ക്, അതുപോലെ തന്നെ 5 നിന്ന് 21 നിന്ന് 21 + 9 30ലേക്ക് അല്ലേ. പിന്നെ 30 നിന്ന് 39ലേക്ക്, 39 മൈനസ് അതിൽ എന്താണ് 5ലേക്ക്. ഓക്കെ, ഇത് എത്രയാണ്? 37. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യം 37 - 34 3 കിട്ടിയെടുത്തപ്പോൾ 39 - 34 എന്ത് കിട്ടി? 5 കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വൈൻഡ് ചെയ്ത് പോകണം. പിന്നെ 14 32ലേക്ക് പോയി, പിന്നെ 7ലേക്ക് പോയി, പിന്നെ 9ലേക്ക് പോയി, പിന്നെ 11ലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സംഖ്യകളും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 3 കിട്ടി, 5 കിട്ടി, 7 കിട്ടി, അങ്ങനെ എല്ലാ വൈൻഡിങ്ങും കിട്ടി. 7 കിട്ടി, 9 കിട്ടി, 11 കിട്ടി, 13 കിട്ടി, 15 കിട്ടി, 17 കിട്ടി അല്ലേ. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ 10 കിട്ടി, 28, 10, 12, 14, 16 അങ്ങനെ കിട്ടി. ഓരോ ഒന്നിട വിട്ട് പോകുമ്പോൾ എല്ലാ സംഖ്യകളും കിട്ടുന്നുണ്ട്. പിന്നെ 2, 4, 6, 8 നമുക്ക് 27 മുതൽ തുടങ്ങുമ്പോൾ, അതായത് 27 മുതൽ തുടങ്ങുമ്പോൾ നമുക്ക് 2, 4, 6 കിട്ടും. അപ്പോൾ മൊത്തം കണ്ടക്ടേഴ്സ് പോയിട്ട് ഏറ്റവും അവസാനം എന്തിൽ വന്ന് അവസാനിക്കണം? ഏറ്റവും ലാസ്റ്റത്തെ കോളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 17 + 9 16. ഓക്കെ, ഏതിനാണ്? സോറി, 17 + 9 26 അവിടെ ലാസ്റ്റത്തെ സംഖ്യയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ഒരു തെറ്റ് കാണുന്നുണ്ട് അവിടെ. നമ്മൾ ഇവിടെ വരുന്നത് 26. അപ്പോൾ 26 + 9 35 എന്ന് നമുക്ക് കിട്ടും. ആ 35 എന്ന് പറയുന്നത് 35 - 34 എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 1ൽ തുടങ്ങി എവിടെ അവസാനിച്ചു? 1ൽ തുടങ്ങി 1ൽ അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടി? വേവ് വൈൻഡിങ്ങിൻ്റെ കോയിൽ കിട്ടി. അപ്പം ഇനി നമ്മൾ എന്താണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ വരയ്ക്കുന്നത്, ഞാൻ ഇതെന്ത് ചെയ്തിട്ടില്ല, വരച്ച ഫിഗർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ വരയ്ക്കുന്നതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സ് വരയ്ക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. അപ്പോൾ 24 കണ്ടക്ടേഴ്സ് വരച്ചു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പേര് കൊടുത്തതിന് ശേഷം 1ൽ നിന്ന് ബാക്ക് പിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? 10ലേക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1ൽ നിന്ന് നേരെ 10ലേക്ക് വൈൻഡ് ചെയ്യാം. 10ൽ നിന്ന് 11, 12, 13, 14, 15, 16, 17, 18, 19. പിന്നെന്താണ്? ബാക്ക് പിച്ച് 19ലേക്ക്. പിന്നെന്ത് ചെയ്യാണ്? 19ൽ നിന്ന് 28ലേക്ക്. 28ൽ നിന്ന് പിന്നെന്താണ്? 3ലേക്ക്. അത് പുറത്ത് കിട്ടാണ്ട് അവിടെ എന്ത് എഴുതുക? 3 എന്ന് എഴുതുക. പിന്നെ അടുത്തത് 3ൽ നിന്നാണ്. 3ൽ നിന്ന് 12ലേക്ക് വൈൻഡ് ചെയ്യുക. 12ലേക്ക് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 12ൽ നിന്ന് അടുത്ത സംഖ്യ ഏതാണോ അതിലേക്ക് വൈൻഡ് ചെയ്യുക. അങ്ങനെ വൈൻഡ് ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് വരും? ഇവിടെ 5 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വൈൻഡിങ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ. അപ്പോൾ ഇത് എവിടെ നിന്നാണോ 3ലേക്ക് വരുന്നത് അത് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടുന്ന് വന്ന് 3ലേക്ക് കാണിക്കണം. 28ൽ നിന്നാണെങ്കിൽ 28ൽ നിന്ന്. 5ലേക്ക് എവിടെ നിന്നാണ് വരുന്നത്? 29ൽ നിന്നാണെങ്കിൽ ഇവിടെ 29 എന്ന് കാണിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈൻഡ് ചെയ്യുന്നത്. ഇത് വൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്, നമുക്ക് 34 കണ്ടക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടക്ടേഴ്സിന് ഇതുപോലെ കണ്ടക്ടേഴ്സ് നമുക്ക് ലാസ്റ്റ് എല്ലാ കണ്ടക്ടേഴ്സും ഇതുപോലെ ഇങ്ങനെ എന്തുണ്ടാവും? ഓരോ പിച്ചുകൾ, ഓരോ ഈ 2 കണ്ടക്ടേഴ്സ് ഓരോ കോയിൽ വന്ന് വരുന്നുണ്ടാവും. എന്തിലേക്ക്? കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്ക് ഓരോ കോയിലും വന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ആ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ ബ്രഷ് പൊസിഷൻ എന്ത് ചെയ്യണം? നമുക്ക് അറിയണം. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് എവിടെയാണ് ബ്രഷ് പൊസിഷൻ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ 4 പോളാണുള്ളത്. ഒരു നോർത്ത്, ഒരു സൗത്ത്, വീണ്ടും ഒരു നോർത്ത്, വീണ്ടും ഒരു സൗത്ത്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 34 കണ്ടക്ടേഴ്സിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്
നമ്മൾ ആദ്യത്തെ 8 കണ്ടക്ടേഴ്സ് പറഞ്ഞു നോർത്തിനും സൗത്തിനും ഇടയിൽ ഒരു കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുക, 9ാമത്തെ കണ്ടക്ടർ ഫ്രീ ആയിട്ട് ഇടുക. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 8 കണ്ടക്ടർ നമ്മളിവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് 8 കണ്ടക്ടർ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഒരു കണ്ടക്ടറും കൂടി ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ 2 കണ്ടക്ടർ നമ്മൾ ഡെമ്മി കോയിലായിട്ട് ഒഴിവാക്കി വിടുക. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിന് അടിക്കാണ് ഇത് കൊടുക്കുന്നത് വെച്ചാൽ ഒന്നിന് മുകളിലേക്കും കൊടുക്കുക. ഇനി അല്ല ഇതിന് എന്താ അടിക്കും മുകളിലേക്കും കൊടുത്തിട്ട് നമുക്ക് ഒറ്റ പൊസിഷൻ പോലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2നെയും അടിക്ക് കൊടുക്കുകയെ അല്ലെങ്കിൽ നമുക്ക് ആ ഡെമ്മി കോയിലിൻ്റെ കണക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിയിലേക്കും മുകളിലേക്കും പോകുന്നത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് പൊസിഷൻ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വേവ് വൈൻഡിങ് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.